The tares also appeared. അവിടെ കളയും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. So that is a confusing factor for them. അത് അവർക്കൊരു ആശയക്കുഴപ്പമായി. How can the good seed produce the bad fruit? ഈ നല്ല വിത്തിന് എങ്ങനെയാണ് മോശമായ വിത്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നത്? So they immediately went to the master. അവർ പെട്ടെന്ന് യജമാന്റെ അടുക്കൽ പോയി. And they asked him like this. അവരിങ്ങനെ ചോദിച്ചു, Master, did you not sow the good seed there? യജമാനെ, നമ്മൾ നല്ല വിത്തല്ലയോ വിതച്ചത്? What are they telling? എന്താണ് പറയുന്നത്? Our master will never sow a bad seed. നല്ല ഞങ്ങളുടെ യജമാൻ ഒരിക്കലും മോശമായ വിത്ത് വിതയ്ക്കുകയില്ല. They are confident of that. അവർ അതിനെക്കുറിച്ച് നല്ല ഉറപ്പുണ്ട്. They are believing that. അവരത് വിശ്വസിക്കുന്നു. So they come and ask him. എന്നിട്ട് അവരോട് വന്ന് ചോദിക്കുകയാണ്, Master, you sowed the good seed. യജമാനെ, നീ നല്ല വിത്ത് വിതച്ചു. Then how is it the tares appearing there? പിന്നെ എങ്ങനെയാണ് ഈ കള പ്രത്യക്ഷമായത്? We don't know what happened. എന്താ സംഭവിച്ചത് ഞങ്ങൾക്കറിയില്ല. And the master says, യജമാനൻ പറയുന്നു, yes, the enemy has done it. ഇത് ശത്രു ചെയ്തതാകുന്നു. So master is watching the field. യജമാനൻ ഈ വയല് നോക്കിക്കൊണ്ടിരുന്നു. When something goes wrong, ചില കാര്യങ്ങൾ തെറ്റായി പോകുമ്പോൾ, when we try to find a reason for that, അതിന്റെ കാരണം നാം കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ്. we will assume certain reason. ചില കാര്യങ്ങൾ നാം അങ്ങനെ സങ്കല്പിക്കുന്നു. In that way we could have told like this. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ നമുക്ക് പറയാൻ കഴിയും, maybe the enemy would have come and done it. ചിലപ്പോൾ ശത്രു വന്ന് ഇങ്ങനെ ചെയ്തതായിരിക്കും. But that is not how the Lord says. എന്നാൽ അങ്ങനെയല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. That is not how the master says. അങ്ങനെയല്ല യജമാനൻ പറഞ്ഞത്. He is telling with absolute assurance. അവൻ വളരെ ഉറപ്പോടുകൂടെ പറയുകയാണ്, It is the enemy's work. ഇത് ശത്രു ചെയ്തതാണ്. How do you know that? അതെങ്ങനെ അറിയാം? We never saw that. അതെങ്ങനെ കണ്ടോ? We never saw that. അത് ഞങ്ങൾ കണ്ടില്ലല്ലോ. How do you know it is the enemy? ഇതെങ്ങനെയാണ് ശത്രു എന്ന് അറിയുന്നത്? Beloved, let me tell you. പ്രിയപ്പെട്ട, ഞാൻ പറയട്ടെ, The keeper of Israel never slumbers and sleeps. ഇസ്രായേലിന്റെ പരിപാലനം മയങ്ങിയില്ല, ഉറങ്ങിയുമില്ല. Even if you sleep, he will not sleep. നിങ്ങൾ ഉറങ്ങിയാലും അവൻ ഉറങ്ങുകയില്ല. His constant watch is upon the field. അവൻ ചില വയലുകളെ അവൻ പൂർണ്ണമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. Many a time we slept off. പലപ്പോഴും നാം ഉറങ്ങിപ്പോകാറുണ്ട്. Many times we have not done what we should have been doing. നാം എന്താണ് പലപ്പോഴും ചെയ്യുന്നത് നമ്മൾ പലപ്പോഴും അത് ഓർക്കാതെ പോകുന്നു. When we should have been vigilant. എന്നാൽ നാം ശ്രദ്ധയില്ലാതിരിക്കുമ്പോൾ, when we should have been vigilant, നാം ജാഗ്രതയുള്ളവരായിരിക്കേണ്ട സ്ഥാനത്ത് we have not done that. നാം അത് ചെയ്യുന്നില്ല. These men, എന്നാൽ ഈ ആളുകൾ, there was something that they should have been vigilantly watching. അവർ വളരെ ശ്രദ്ധയോടുകൂടെ അവർ വീക്ഷിക്കേണ്ടതായിരുന്നു. But what they did? എന്നാൽ അവരെന്താ ചെയ്തത്? Now the sowing is over. ഞങ്ങളുടെ വിത കഴിഞ്ഞു. Now we will take rest for some time. ഇനി കുറച്ചു നാളത്തേക്ക് വിശ്രമം എടുക്കാം. During the crop we will come to harvest it. വിളയെടുക്കുന്ന സമയത്ത് വന്ന് നമുക്ക് അത് കൊയ്തുകൊണ്ട് പോകാം. So probably they come to take a look. Is the harvest ready for the crop ready for the harvest? അത് കൊയ്ത്തിന് സമയമായോ എന്നറിയാൻ വേണ്ടി ആയിരിക്കാം അവരിപ്പോൾ വന്ന് നോക്കിയത്. And when they saw, അവർ കണ്ടപ്പോൾ they saw something else there. അവർ വേറെ ചില കാര്യങ്ങൾ കാണേണ്ടി വന്നു. Beloved, I want to tell you, പ്രിയപ്പെട്ട, ഞാൻ പറയട്ടെ, we have no time to relax. നമുക്ക് വിശ്രമിക്കാൻ സമയമില്ല. If we relax, നാം വിശ്രമിക്കുമ്പോൾ, if we close our eyes to some things, ചില കാര്യങ്ങളോട് നമ്മുടെ കണ്ണുകൾ അടയ്ക്കുമ്പോൾ, if we don't prevent certain things at the door itself, നാം ചില കാര്യങ്ങൾ അതിന്റെ മുളയിലെ നുള്ളിക്കളഞ്ഞില്ലെങ്കിൽ, we will have to reap a great consequence. അതിന്റെ അനന്തര ഫലം നാം കൊയ്തെടുക്കേണ്ടി വരും. We are having it here. We are having it. We are experiencing that in our assemblies. ഇന്ന് നമ്മുടെ സഭകളിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. Yes, the tares have been sown in many places. ചില സ്ഥലങ്ങളിലെല്ലാം കള വിതയ്ക്കപ്പെട്ടിരിക്കുന്നു. Doctrines have been diluted. ദൈവവചനത്തെ അത് വളരെ താഴ്ന്ന നിലയിലേക്ക് കൊണ്ടുപോകുന്നു. Principles and practices have been compromised. ദൈവത്തിന്റെ വചനവും അതിന്റെ തത്വങ്ങളും അത് അനുരഞ്ജനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. Worldly practices have crept into our assemblies. ലോകത്തിന്റെ പല കാര്യങ്ങളും സഭകളിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. But we never noticed when it started coming in. അത് ഉള്ളിലേക്ക് വന്നപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചില്ല. You know what is the work of the devil? എന്താണ് ശത്രുവിന്റെ പ്രവർത്തനം എന്നറിയാമോ? Says that he sowed the tares and went away. അവൻ കള വിതച്ചേച്ച് അവൻ പൊയ്ക്കളഞ്ഞു. That is what the Bible says. അതാണ് വേദപുസ്തകം പറയുന്നത്. He will not be there. അവൻ അവിടെ ഇല്ല. He did the secret work and went away. അവൻ രഹസ്യമായ പ്രവർത്തനം ചെയ്തിട്ട് അവൻ പൊയ്ക്കളഞ്ഞു. I want to tell the brethren this morning. ഇന്ന് രാവിലെ ഞാൻ സഹോദരന്മാരോട് പറയട്ടെ, somewhere the enemy did a damage to the crop here. ചില സ്ഥലങ്ങളിൽ ഇതാ ശത്രു പ്രവർത്തിച്ചിരിക്കുകയാണ്. He was not visible after that. അതിനുശേഷം അവനെ കാണുവാൻ കഴിയില്ല. But now it is becoming visible. എന്നാൽ ഇപ്പോൾ അത് കാണാൻ കഴിയുന്നു. It has become a complex problem to the assemblies. ഇന്ന് സഭകളിൽ ഉണ്ടായിരിക്കുന്ന വലിയ പ്രശ്നങ്ങളാണ്. And these people go and tell the master. ഈ ആളുകൾ ചെന്ന യജമാനോട് പറഞ്ഞു, now they are ready, we will go and pluck it. ഞങ്ങൾ ഇപ്പം റെഡിയാണ്, ഞങ്ങൾ പോയി പറിച്ചു കളയട്ടെ. We are ready to go and pluck it. ഞങ്ങളത് പോയി പറിച്ചു കളയാം. Now what is it telling there?
എന്നാൽ യജമാനൻ എന്താ പറയുന്നത്? No. വേണ്ട, You cannot pluck. നിങ്ങൾക്ക് പറിക്കാൻ കഴിയില്ല. I want to tell a truth here to the God's people. ഞാൻ ദൈവജനത്തോടുകൂടെ സത്യം പറയട്ടെ. You cannot undo the work of the enemy. ശത്രുവിന്റെ പ്രവൃത്തി ഇല്ലായ്മ ചെയ്യുവാൻ നമുക്ക് കഴിയുകയില്ല. We can only prevent the work of the enemy. ശത്രുവിന്റെ പ്രവർത്തനത്തെ തടയാനേ കഴിയൂ. And there is a time for that. അതിനൊരു സമയമുണ്ട്. We should be vigilant. ആ സമയത്ത് ജാഗ്രതയുള്ളവരായിരിക്കണം. We should be watchful. നമ്മളെപ്പോഴും അത് സൂക്ഷ്മതയോടെ നിരീക്ഷിക്കണം. We can prevent the devil coming into this. അത് വരുന്നത് നാം തടയണം. But we cannot undo his work. ആ പ്രവർത്തനത്തെ ഇല്ലായ്മ ചെയ്യാൻ നമുക്ക് കഴിയുകയില്ല. Once he has already done. അവൻ പ്രവർത്തിച്ചു കഴിഞ്ഞു. The master says, don't try to pull it out. യജമാനൻ പറയുന്ന പറിച്ചു കളയാൻ നിങ്ങൾ ശ്രമിക്കണ്ട. If you try to pull it out, നമ്മൾ പറിച്ചു കളഞ്ഞാൽ even the wheat may be damaged. ആ ഗോതമ്പ് കൂടെ നശിച്ചു പോകും. So leave that job there. അത് അവിടെ തന്നെ വിട്ടുകളയുക. I will do that job. ഞാൻ ആ പ്രവൃത്തി ചെയ്തോളാം. Let it grow together until the harvest. അത് കൊയ്ത്തോളം ഒരുമിച്ച് വളരട്ടെ. The master has allowed it. യജമാനൻ അത് അനുവദിച്ചു. I want to tell the truth here. ഞാനൊരു സത്യം ഇവിടെ പറയട്ടെ. Many things that are growing in our assemblies today is not in the will of the Lord. ദൈവഹിതത്താൽ അല്ലാത്ത പല കാര്യങ്ങളും ഇന്ന് ദൈവസഭയെ വളർന്നു വരുന്നുണ്ട്. But God has allowed it for some reason. ചില കാരണത്താൽ ദൈവം ഇന്നത് അനുവദിക്കുന്നു. For the sake of few righteous people. ചില നീതിമാന്മാരോടുള്ള ബന്ധത്തിലായിരിക്കാം ദൈവം അത് അനുവദിക്കുന്നത്. If we apply the force there, നാം എന്നാൽ അവിടെ സമ്മർദ്ദം ചെലുത്തിയാൽ it will damage the crop. അത് ആ ഫലത്തെ നശിപ്പിച്ചു കളയും. Because the master's concern is the wheat and not the tares. ആ യജമാനന്റെ ചിന്ത എന്ന് പറയുന്നത് ഗോതമ്പാണ്, കളയല്ല. Oh my servants, എന്റെ ദാസന്മാരെ, you are ordinary human beings. നിങ്ങൾ സാധാരണ മനുഷ്യരാണ്. You are not capable of handling this problem. ഈ പ്രശ്നം പരിഹരിക്കുവാൻ നിങ്ങൾക്ക് കഴിവുള്ളവരല്ല. If you try to pull it out now, നിങ്ങൾ ഇപ്പോൾ അത് പറിച്ചു കളയാൻ ശ്രമിച്ചാൽ even my crop may be damaged. എന്റെ വിള കൂടെ നശിച്ചു പോകും. So let it go along there. അത് രണ്ടും ഒന്നിച്ച് വളരട്ടെ. Beloved, I want to tell you, ഞാൻ ഒരു കാര്യം പറയട്ടെ. everything that we see in the assemblies are not really in the perfect will of God. ഇന്ന് സഭകളിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ദൈവത്തിന്റെ പൂർണ്ണമായ ഹിതത്തിലല്ല നടക്കുന്നത്. Just because God is allowing that. ചിലപ്പോൾ ഒരു കാരണവശാൽ ദൈവം അത് അനുവദിക്കുന്നതായിരിക്കാം. But don't take it for granted. എന്നാൽ അത് നാം ഒരിക്കലും ആ നിലയിൽ എടുക്കരുത്. There are many things that we have to put away from us. പല കാര്യങ്ങളും നമ്മൾ പുറത്തേക്ക് കളയേണ്ടതുണ്ട്. There are many things that we have to disassociate in our lives. നമ്മുടെ ജീവിതത്തെ പല കാര്യങ്ങളുമായിട്ട് നാം സഹകരിക്കാതിരിക്കേണ്ടതുണ്ട്. Because our God is a God of separation. നമ്മുടെ ദൈവം വേർപാടിന്റെ ദൈവമാണ്. When you come to verse 30, നാം 30-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ you know what he's telling? എന്താണ് യജമാനൻ പറയുന്നത്? There is a day of separation. ഒരു ദിവസം വേർതിരിക്കുന്ന ദിവസമുണ്ട്. A day is coming. ഒരു ദിവസം വരുവാൻ പോകുന്നു. I will separate it. ഞാൻ വേർതിരിക്കും. The tares will be bundled and thrown into fire. ആ കളകൾ കൂട്ടി അത് തീയിലിട്ട് നശിപ്പിക്കും. My wheat will join my barn. എന്റെ ഗോതമ്പ് എന്റെ കളപ്പുരയിൽ കൂട്ടിവെക്കും. I praise God for the true wheat who are still standing in the church of God today. ഇന്നും ദൈവസഭയിലുള്ള ആ നല്ല ഗോതമ്പ് മണികളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. The tares are growing in many places. ഇന്ന് പല സ്ഥലങ്ങളിൽ കള വളരുന്നുണ്ട്. It is so complicated you cannot pluck it and throw it. അതൊരിക്കലും ഇപ്പോൾ പറിച്ച് പുറത്തേക്ക് കളയാൻ കഴിയില്ല. Don't be hasty, my beloved. പ്രിയപ്പെട്ടവരെ, നാം ധൃതി പിടിക്കണ്ട. Just keep the element of separation. ആ വേർതിരിക്കുന്ന ദിവസത്തിനായി നമുക്ക് കാത്തിരിക്കാം. Try to prevent as much as possible. നമുക്ക് എത്രമാത്രം തടയാൻ കഴിയും അത്രമാത്രം തടയാം. Talk to the master of the harvest. യജമാനന്റെ കൊയ്ത്തിന്റെ യജമാനോട് നമുക്ക് കാര്യം പറയാം. He will do the work. അവൻ ആ പ്രവൃത്തി ചെയ്യും. He will do the work. അവൻ ആ പ്രവൃത്തി ചെയ്യും. He has reserved it for his day. അതിനുവേണ്ടി ഒരു ദിവസം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. Let us be sure of that. അത് നമുക്ക് നിശ്ചയമുള്ളവരാകാം. When Paul writes the Corinthians, he says like this. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് ഇങ്ങനെ പറയുന്നു. Every work shall be tested in the fire. എല്ലാ പ്രവൃത്തിയും തീയിൽ ശോധന ചെയ്യപ്പെടും. Your work, my work may pass in the eyes of one another here. നമ്മുടെ പ്രവൃത്തികൾ നാം മറ്റുള്ള മുമ്പാകെ ചെയ്യുന്ന കാര്യങ്ങൾ. When somebody is condemning my work, there may be another group who will justify my work. ഒരുപക്ഷെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെ ചില ആളുകൾ അതിനെ നീതീകരിക്കാം, ചില ആളുകൾ അതിനെ തെറ്റായി പറയാം. For the sake of the unity and oneness of the assembly, we may be silent in some places. സഭയുടെ ഐക്യത്തിന് വേണ്ടി പല സ്ഥലങ്ങളിലും നമ്മൾ മൗനമായി ഇരിക്കേണ്ടി വന്നേക്കാം. We are helpless there. നമ്മൾ അവിടെ നിസ്സഹായരാണ്. But you know why we have come to that state? എന്തുകൊണ്ടാണ് ആ സാഹചര്യത്തിലേക്ക് വന്നത്? Because we slept when we were not supposed to sleep. നാം ഉറങ്ങാൻ പാടില്ലാത്ത സമയത്ത് നാം ഉറങ്ങിയതുകൊണ്ടാണ്. Now we cannot do anything. നമുക്ക് ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല. Let us depend on the Lord. നമുക്കിപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കാം. But at least now onwards, ഇപ്പോൾ മുതലെങ്കിലും let us be
vigilant. നമുക്ക് ജാഗ്രതയുള്ളവരായിരിക്കാം. Let us be watchful. നമുക്ക് എപ്പോഴും സൂക്ഷ്മതയോടെ നോക്കിക്കൊണ്ടിരിക്കാം. Let us not sleep. നമുക്ക് ഉറങ്ങാതിരിക്കാം. Let us always keep our eyes on the crop that the master has given to us. യജമാനൻ നമുക്ക് നൽകിയിരിക്കുന്ന ആ ഗോതമ്പിൽ നമുക്ക് ദൃഷ്ടി വെച്ചുകൊണ്ടിരിക്കാം. The enemy has a dual work. ശത്രുവിന് രണ്ട് വിധത്തിലുള്ള പ്രവർത്തനമുണ്ട്. He will snatch away some. ചിലതിനെ അവൻ തട്ടിക്കൊണ്ടുപോകും. He will plant some. അവൻ ചിലത് വിതയ്ക്കും. Don't let him come in. അവൻ ശത്രു വരാതെ നമുക്ക് സൂക്ഷിക്കാം. Be depending on the master. നമുക്ക് യജമാനിൽ ആശ്രയിക്കാം. May his name be glorified. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.